പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക് എക്സ്വൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷ്ണുമായ സ്വാമിയെ കാണാൻ അമ്പലങ്ങളിൽ പോകും. അവിടെ വഴിപാടുകൾ നടത്തും. കള്ളും കോഴിയും സ്വാമിക്ക് വേണ്ടി സമർപ്പിക്കും. കർമ്മശേഷം അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പ്രസാദവും കഴിക്കും. എന്നാൽ ഒരു കാര്യം മാത്രം ആർക്കും അറിയില്ല. വിഷ്ണുമായ അമ്പലങ്ങളിൽ നിന്നും കിട്ടുന്ന പൂജയ്ക്ക് ശേഷമുള്ള പൂക്കൾ എന്തു ചെയ്യണം എന്ന്. അതെല്ലാവർക്കും ഇന്നും ഒരു സംശയമാണ്. പല വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പൂജാപ്രസാദം കിട്ടുന്നുണ്ട്. ചിലത് പൂക്കളായിരിക്കും, ചിലത് ഭസ്മമാകും, ചിലപ്പോൾ ഇത് രണ്ടും മിക്സായിട്ടുള്ള ഒരവസ്ഥ. എന്തു തന്നെയായാലും നമ്മളിത് വീട്ടിൽ കൊണ്ടുവരും. ഇനിയാണ് രസം. വീട്ടിൽ വന്നാൽ പിന്നെ ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വയ്ക്കും. അത് പിന്നെ കാലങ്ങളോളം അവിടെ തന്നെ ഇരിക്കും. ഇത് തരുന്നത് വാഴയിലയിൽ ആയതുകൊണ്ട് തന്നെ 2 ദിവസം കഴിയുമ്പോൾ അത് മമ്മി സിനിമയിലെ മമ്മിയെപ്പോലെ ചുക്കിച്ചുളിയും. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഫാനിൻ്റെ കാറ്റിൽ ഇത് നിലത്ത് വീഴും. ഇത് ഏതമ്പലത്തിൽ നിന്നും കിട്ടിയതാണ് എന്നറിയാതെ അത് പതുക്കെ വീട്ടിലെ വേസ്റ്റുകൾക്ക് കൂടെ മുറ്റത്തേക്ക് എറിയപ്പെടും. ഇതാണ് സ്വാമിയുടെ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പൂക്കളുടെയും ഭസ്മത്തിൻ്റെയും ജീവിതയാത്ര. ഇത് വിഷ്ണുമായയുടെ പ്രസാദത്തിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ. എല്ലാ അമ്പലത്തിലെ പുഷ്പങ്ങളുടെയും അവസ്ഥ ഇതുതന്നെ. ഇനി മറ്റൊരു കൂട്ടറുണ്ട്. ഈ കിട്ടുന്ന സാധനങ്ങൾ നേരെ തങ്ങളുടെ പൂജാമുറിയിലേക്ക്. വരുന്ന പുഷ്പങ്ങൾ വിഷ്ണുമായ സ്വാമിയുടെ ആണെങ്കിലും പൂജാമുറിയിൽ ഇരിക്കുന്നത് ശിവനും വിഷ്ണുവും ഗണപതിയുമായിരിക്കും. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂജാമുറിയിൽ ഇരിക്കുന്ന ദേവതകൾ വിഷ്ണുമായിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. ഈ പൂക്കൾ നിങ്ങളുടെ കയ്യിലെത്തിയത് വിഷ്ണുമായയുടെ പൂജകൾക്ക് ശേഷമാണ്. പൂജകൾക്ക് എങ്ങനെയായാലും മദ്യവും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ അത് കഴിഞ്ഞ് കിട്ടുന്ന ഭസ്മം, അതാണ് നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് ദോഷമുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനും ഗണപതിക്കും ആരും മദ്യവും മാംസവും പ്രസാദമായി നൽകാറില്ല. വരുന്ന വിഷ്ണുമായ സ്വാമിയുടെ പ്രസാദമാണെങ്കിൽ ഈ പൂജകൾക്ക് ശേഷമുള്ളതുമാണ്. ഇനി മദ്യവും മാംസവും വെച്ചുള്ള പൂജകൾ അല്ലെങ്കിൽ കൂടി സ്വാമിയുടെ പ്രസാദം പൂജാമുറിയിൽ വയ്ക്കുന്നത് നല്ലതല്ല. ഇനി പൂജാമുറിയിൽ സ്വാമിയുടെ ഫോട്ടോ മാത്രമാണ് എങ്കിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഈ പൂജാപുഷ്പങ്ങൾ എന്ത് ചെയ്യണം എന്നറിയണ്ടേ? സ്വാമിയുടെ പൂജാപുഷ്പങ്ങൾ കൂടി വന്നാൽ 3 ദിവസം, അതിൽ കൂടുതൽ വീട്ടിൽ വയ്ക്കരുത്. പറ്റിയാൽ കിട്ടിയാൽ അന്നു തന്നെ അത് വീട്ടിൽ നിന്നും മാറ്റണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ആ പൂജാപുഷ്പങ്ങൾ കയ്യിലെടുത്ത് 3 വട്ടം വീട്ടിലുള്ളവരെ എല്ലാം ഒഴിയണം. ആ സമയത്ത് നിങ്ങളുടെ ദോഷമെല്ലാം തീർത്തു തരണേ ഭഗവാനെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ പൂജാപുഷ്പങ്ങൾ വീടിനടുത്തുള്ള ഒഴുക്കുള്ള വെള്ളത്തിൽ, അത് പുഴയാകാം അല്ലെങ്കിൽ ചെറിയ തോടുകളാകാം, അതിൽ കൊണ്ടുവന്ന് കളയണം. കുളങ്ങളിലോ മറ്റു വെള്ളക്കെട്ടുകളിലോ ഇടരുത്. ഇനി അതിന് സാധിക്കാത്തവർ എന്ത് ചെയ്യണം അതും പറഞ്ഞു തരാം. ഒരു പാത്രത്തിൽ നിറയെ ശുദ്ധമായ വെള്ളമെടുക്കുക. അതിൽ കൈമുക്കി വലത്തോട്ട് 3 വട്ടം ചുറ്റിച്ച് വെള്ളത്തിൽ ഒരു ചുഴി പോലെ ഉണ്ടാക്കുക. ആ വെള്ളം ഒരു നദിയായി മനസ്സിൽ സങ്കല്പിച്ച് ആ പൂക്കൾ മേൽപ്പറഞ്ഞ പോലെ ഒഴിഞ്ഞ് അതിലിടുക. എന്നിട്ട് ആ വെള്ളം വൃത്തിയുള്ള ഏതെങ്കിലും ചെടികളുടെ കടയ്ക്കൽ ഒഴിച്ചു കളയുക. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞു തന്നെയാണ് യഥാർത്ഥ രീതി. അതില്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. പുഴയിലേക്ക് ഇത് കളയാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ആപത്തുകൾ വരുത്തി വയ്ക്കരുത്. അത്രയ്ക്ക് എളുപ്പമാണെങ്കിൽ മാത്രം ജലാശയങ്ങൾ ഉപയോഗിക്കൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതി ചെയ്താൽ മതി. ഇനി സ്വാമിയുടെ പൂജാപുഷ്പങ്ങൾ വീട്ടിൽ വെച്ച് അത് നശിപ്പിക്കേണ്ട. നല്ല രീതിയിൽ തന്നെ അത് കളയൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.